അർജന്റായിട്ട് എന്തിനാ വിളിപ്പിച്ചത്? പറയാം. താൻ ഈ വാർത്ത കണ്ടു? ശാന്തിവനത്തിൽ ഭൂതപ്രേത വിളയാട്ടം. അടുത്ത കുറെ ദിവസങ്ങളായി ഈ വാർത്തകൾ തുടരെ കാണുന്നു. ഉവ്, കഴിഞ്ഞ ആഴ്ചത്തെ വാർത്ത ഞാൻ കണ്ടിരുന്നു. അന്ധവിശ്വാസം. നമുക്കിതിനെതിരായി പ്രതികരിക്കണം. എങ്ങനെ? നിങ്ങൾ രണ്ടാളും സൈക്കോ ട്രീറ്റ്മെന്റിൽ ബിരുദം നേടിയവരാണ്. നിങ്ങളുടെ സേവനം ശാന്തിവനത്തിലെ ഗ്രാമീണർക്കാണ് ഇപ്പോൾ ആവശ്യം. അവിടുത്തെ ഗ്രാമീണരെ നിങ്ങൾ ബോധവൽക്കരിക്കണം. നിങ്ങൾ രണ്ടുപേരും ഉടൻ ശാന്തിവനത്തിലേക്ക് പുറപ്പെടണം. ഷുവർ സർ. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മഹേന്ദ്ര പാവ പുറത്തു പോകും. ഇല്ല മമ്മി. ചുമ്മാ ആയിരിക്കും അറിയാ, അവനറിയില്ല. ഈ തലയകത്തില് തായേ രക്ഷിക്കണേ, അമ്മേ രക്ഷിക്കണേ. ആ, നിങ്ങൾ പോയി പുറത്ത് എന്നെ കാണാൻ വന്നു നിൽക്കുന്ന പെൺകുട്ടിയെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ശരി. അമ്മയെ രക്ഷിക്കണം. അമ്മേ, ഇവരെ രക്ഷിക്കണം. മകളെ, ശാന്തമാകൂ. നിന്റെ പ്രക്ഷുബ്ധമായ മനസ്സിനെ അടക്കി നിർത്തൂ. ഈ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ. അടങ്ങ്. അടങ്ങനെ പറഞ്ഞത്. നിന്നോടല്ലേ അടങ്ങാൻ പറഞ്ഞത്? അടങ്ങ്. എന്റെ പൊന്നുമകളുടെ ശരീരത്തിൽ ആരാണ് വന്ന് കുടികൊണ്ടിരിക്കുന്നത്? പറഞ്ഞോളൂ. ഈ അമ്മ നിന്നെ തലോടാം, ആശ്വസിപ്പിക്കാം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയായ ഈ അമ്മയുടെ മുഖത്ത് നോക്കി ധൈര്യമായി പറഞ്ഞോളൂ. ആരാണ് നീ?
ഉറങ്ങിക്കൊള്ളൂ. സകലതും മറന്ന്, സ്വയം മറന്ന് എന്റെ കുഞ്ഞ് ശാന്തമായി ഉറങ്ങിക്കൊള്ളൂ. നിന്നെ തേടിയായിരുന്നു എന്റെ യാത്ര. നിനക്ക് വേണ്ടിയായിരുന്നു ഈ ജന്മം. ഓ, പിന്നാലെ ഞാനുമുണ്ട്. ഒറ്റ പ്രാവശ്യമേ ഞാൻ ദേവിയമ്മയെ കാണാൻ പോയുള്ളൂ. ഓ, എന്തൊരു തേജസ്സാണ് അവർക്ക്. അവരുടെ കണ്ണുകൾക്ക് എന്തൊരു വശ്യതയാണ്. മധു, ഞാൻ പറയുന്ന കേക്ക്. നിനക്കിടയ്ക്കിടെ വരാറുള്ള കുളിരും പനിയും മാറും. നീ ഒരു തവണ ദേവിയമ്മയെ പോയി കണ്ടാ മതി. പക്ഷേ എന്റെ അച്ഛൻ സമ്മതിക്കില്ല. അമ്മയെയും ആശ്രമത്തെയും അച്ഛന് വലിയ മതിപ്പൊന്നുമില്ല. നിരന്തരം എന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന തലവേദന ഇപ്പോഴില്ല. എന്നെ കൊണ്ടുപോയത് നമ്മുടെ പ്രസിഡന്റ് ദാസപ്പഞ്ചേട്ടനായിരുന്നു. അമ്മ എന്നെ കിടത്തി തല മുതൽ പാദം വരെ ആ കൈകൾ കൊണ്ട് തലോടി. അവരുടെ സൗന്ദര്യം എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇടയ്ക്കിടെ ആ ദേവിയമ്മ എന്റെ ഉറക്കം കെടുത്താറുണ്ട്. നീ അവിടം വരെ ഒന്ന് പോണം. എനിക്ക് വിശ്വാസമുണ്ട് എന്റെ അസുഖങ്ങളൊക്കെ മാറും. ഹലോ, എവിടെയാണ് ശാന്തിവനം ഗസ്റ്റ് ഹൗസ്? നേരെ പോയി ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് പോയാൽ മതി. താങ്ക്സ്. എന്തുവാടായി പോയത്? സൂപ്പർ. Wow, beautiful. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. Really, I'm so happy. ദാ, നിനക്ക് ഈ വീട് ഇഷ്ടമായോ മോനെ? എനിക്ക് ഇഷ്ടപ്പെട്ടു ഡാഡി. ആഹാ. കൊച്ചുമ്മേ, എന്റെ പേര് ഭവാനി. ഇവിടെ ആര് താമസിക്കാൻ വന്നാലും ഞാനാ സഹായത്തിന്. പാചകം നല്ല വശമുണ്ട്. എവിടെയാ വീട്? ഇവിടെ അടുത്ത വീട്. ആരൊക്കെയുണ്ട് ഭവാനിയുടെ വീട്ടില്? എന്റെ ഭർത്താവും മണിയപ്പനും ഞാനും മാത്രമേ ഉള്ളൂ. എന്റെ മണിയപ്പന് ജോലി നാടോടിയാ. ഒരു പോക്ക് ഒരു വരവ്, അതാ സ്വഭാവം. ആ, ഭക്ഷണം എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ തയ്യാറാക്കിക്കോളാം. ശരി. ആ, മോനെ മഹേന്ദ്ര. എന്തോ അമ്മേ? ഇനി മുതൽ മോന്റെ ക്ലോസ് ഫ്രണ്ട് ഈ ഭവാനിയാ. ശരി, ഇനി മുതൽ ഞാനാ മോന്റെ ഫ്രണ്ട്. ആന്റിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയോ? ഇല്ല, മോൻ പറഞ്ഞു തന്നാ മതി. ആന്റി പഠിച്ചോളാം കേട്ടോ. ഓക്കെ. ആ ഭവാനി, സൂക്ഷിക്കണം. ഇവന് കുസൃതി അല്പം കൂടുതലാ, കുറച്ച് വാലും. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നടക്ക്. വാ. ഇനി മുതൽ നീ കരയരുത്. നിന്റെ കണ്ണീരിന്റെ വിലയും വേദനയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഉമ്മയും ബാപ്പയും ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടപ്പോ താങ്ങും തണലും നഷ്ടപ്പെട്ടു. എനിക്ക് ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നില്ലമ്മേ. നിനക്കിവിടെ എന്നോടൊപ്പം കഴിയാം. നിന്നെ പോലെ എത്രയോ പെൺകുട്ടികൾ ഇവിടെയുണ്ട്, ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടവർ. ഇന്നു മുതൽ നീ ഇവിടുത്തെ അന്തേവാസിയാണ്. മകളെ ലക്ഷ്മി, ആമിനെ ഇനി മുതൽ നമ്മുടെ കൂടെയാണ് താമസം. അവളെ കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്തൂ. ആമിനെ, ഇന്നു മുതൽ ഞാൻ നിന്നെ
സ്വന്തം പോലെ കരുതുകയാണ്. ഞാൻ പറയുന്നത് കേട്ട് അനുസരണയോടെ നടന്നാൽ നിനക്ക് മേലിൽ ദുഃഖിക്കാൻ ഇടവരില്ല. കേട്ടല്ലോ? ശരിയമ്മേ. ദൈവം നിന്നെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. ഇല്ലെങ്കിൽ ഈ മാനസിക പൊരുത്തം നമുക്ക് കിട്ടില്ലായിരുന്നു. ക്രിസ്ത്യാനിയായ എനിക്ക് അതിന് ഉത്തരവുണ്ട്. എന്തത്? ആദത്തിന്റെ വാരയിലെടുത്താണ് അവയെ സൃഷ്ടിച്ചത്. ജനിക്കുമ്പോഴേ അവരവരുടെ ഇണയെ തമ്പുരാൻ കരുതിയിരിക്കുന്നുവെന്ന്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. മോഹനത്തിനെ കണ്ട നാൾ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. കൂടുതൽ അടുത്തപ്പോ വലിയ ഇഷ്ടമായി. നമുക്കിടയിൽ ജാതിയോ മതമോ തടസ്സമായിരുന്നില്ലല്ലോ. നമ്മുടെ ജീവിതം മാതൃകാപരമായിരിക്കണം. ഈ ജീവിതം കണ്ട് മറ്റുള്ളവർ പഠിക്കണം. മഹേന്ദ്രനെ ഒരു മരത്തിന്റെയും ചട്ടക്കൂടിൽ ഒതുക്കരുത്. അവനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അനുവദിക്കണം.
എന്താ മോനെ വല്ലാതെ നോക്കുന്നത്? നോക്കിയാൽ എന്താ? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മോന്റെ പേരെന്താ? എന്താ എല്ലാം അറിയണമെന്നുണ്ടോ? എന്നെ അറിയാൻ ശ്രമിച്ചിട്ടുള്ളവർക്കാർക്കും ഒരു ചുക്ക് സാധിച്ചിട്ടില്ല. എത്രയോ സന്യാസിമാരെ ഞാൻ കണ്ടിരിക്കുന്നു. പിന്നെയാണോ നിങ്ങളെപ്പോലുള്ള കപട സന്യാസിനി? എന്താ മോനെ ഇങ്ങനെയൊക്കെ മുതിർന്നവരോട് സംസാരിക്കുന്നത്? കുട്ടിയാണെങ്കിലും കുറുമ്പ് കൂടുതലാ. മോൻ അമ്മയുടെ ആശ്രമത്തിലേക്ക് വരൂ, ഞാൻ നിനക്ക് മധുരപലഹാരം നൽകാം. നിങ്ങളുടെ മധുരപലഹാരങ്ങൾ എനിക്ക് വേണ്ട. ഒന്ന് ശല്യപ്പെടുത്താതെ പോലുണ്ടോ? ചെറുക്കന്റെ ഒരു അഹങ്കാരം. ഇങ്ങനെയും കുട്ടികളുണ്ടോ? പിടിച്ചു കെട്ടി 4 പെട കൊടുക്കണം. എന്താ പറഞ്ഞത്? പിടിച്ചു കിട്ടുന്നോ? എന്നെയോ? പോ, എന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ. എന്റെ മാർഗത്തിൽ തടസ്സം നിൽക്കാനാ ഭാവമെങ്കിൽ അതോടെ നീ നിന്റെ ആശ്രമവും എന്റെ കോപാഗ്നിയിൽ എരിഞ്ഞടങ്ങും. സൂക്ഷിച്ചോ. മഹേന്ദ്ര, മഹേന്ദ്ര നിൽക്ക്. നിന്നെ ഞാൻ വിടില്ല. സാത്താന്റെ ജന്മമാണ് നീ. നീ ഇവരെ വിട്ട് പോകുന്നതാണ് നല്ലത്. ഇല്ല, ഈ ലോകത്തെ ഏതൊരു ശക്തിക്കും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. വേണ്ട, എന്നോട് മത്സരിക്കരുത്. മത്സരിക്കാനോ? നിന്നോടോ? ഈശോയുടെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു, സാത്താനെ നീ ഇവരെ വിട്ട് പോ. അമ്മേ, അമ്മ എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത്? എനിക്കിവിടെ ഒരു ശത്രു. അമ്മയ്ക്ക് ശത്രുവോ? അതെ, നമ്മുടെ ആശ്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പോലീസുകാരൻ എത്തിയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം നീ പോകൂ. സമയാവുമ്പോ ഞാൻ അത് പറയാം. ശരി അമ്മേ. ഈ കുയിലുകളുടെ പാട്ട് കേട്ടിരിക്കാൻ പണ്ടേ എനിക്ക് ഇഷ്ടമാ. അത് കൊള്ളാം. നമ്മളിവിടെ വന്നത് കുയിലിന്റെ പാട്ട് കേട്ട് ആസ്വദിക്കാനല്ല. ഇവിടെ നടക്കുന്ന പെൺവാണിഭവും മറ്റ് സംഭവങ്ങളും കണ്ടുപിടിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാ. അത് ജോസിന്റെ ജോലി. എന്ത് പറഞ്ഞാൽ ഈ ജോസിന് ജോലി ജോലിന്ന് ഒറ്റ ചിന്തയുള്ളൂ. ജോലിയുടെ കാര്യത്തിലല്ല, എനിക്ക് ഇതിലും ചിന്തയൊക്കെ ഉണ്ട്. ശ്ശോ, വിട്. ദേ,
ഒരു സന്യാസി വരുന്നു. വരുമെന്നറിയാമായിരുന്നു, അതാണ് കാത്തുനിന്നത്. നിങ്ങൾ ആരാ? പറയാറായിട്ടില്ല, പറയും. ഒരിക്കൽ അതിന് സമയമാവുമ്പോൾ ഞാൻ തന്നെ നേരിട്ട് വന്ന് പറയും. ഞാനിവിടെ വന്നിരിക്കുന്നത് അന്വേഷിക്കാൻ, പെൺവാണിഭങ്ങളും കൊലപാതകങ്ങളും അന്വേഷിക്കാൻ. ഏറെ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ വന്നത് അതിനൊക്കെയാണെങ്കിലും കണ്ടുപിടിക്കാൻ ഇത്തിരി സമയമെടുക്കും. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ്. ദേ ആ കാണുന്ന വഴിയേ പോകൂ. അവിടെ ഒരു ബംഗ്ലാവ് കാണാം. പോകൂ. ആ കിഴവൻ ആരാ ജോസേ? അതെ, ഏതോ വട്ടുപിടിച്ച് നടക്കണ പൂച്ച സന്യാസിയോ മറ്റോ ആണ്. നമുക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. നമുക്കറിയേണ്ടത് ആശ്രമത്തെക്കുറിച്ചും ദേവിയമ്മയെക്കുറിച്ചുമാണ്. ഈ ആശ്രമത്തിൽ ആരെങ്കിലും ആയിരിക്കും? ഏതായാലും അയാൾ പറഞ്ഞ സ്ഥലം വരെ നമുക്കൊന്ന് പോയി നോക്കാം. വരൂ. മഹേന്ദ്രൻ എങ്ങനെ ഇവിടെ വന്നു? അതെനിക്ക് മനസ്സിലാവാത്തെ. സിസ്ലി, വേഗം വാ. കൂട്ടിയിരിക്കുന്നല്ലോ. അവിടെ വാ. അതിലേ പോവാം. ഇവിടെയും പൂട്ടിയിരിക്കുന്നു. സിസ്ലി, വേഗം കേറ്, കേറ്. മോനേട്ടൻ ചേച്ചി എവിടെ? പള്ളിയിലച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ ആള് വന്നു. അവരങ്ങോട്ട് പോയി. സിസ്ലി വാ. ഇതൊരു പുതിയ സംഭവമായിരിക്കുന്നല്ലോ. ഇത് തുടക്കം മാത്രം. ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മുതൽ കൂടുതൽ അപകടങ്ങളും മരണങ്ങളും ഈ ഗ്രാമത്തിൽ ഉണ്ടാകും. ഫാദർ പറയുന്നത് സത്യം. ഈ നായ് സാധാരണ നായല്ല മകളെ, പിശാചാണ്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫാദർ, ഇതിന്റെ അനിയത്തി സിസിലി. ഞാൻ ജോസ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലാ. ഏതാണ്ട് സമയമെടുത്തിരിക്കുന്നു. അതാണ് നിങ്ങളും ഇവിടെ എത്തിയത്. ഇവിടെ ഈ ഗ്രാമത്തിൽ ഒരു സാത്താൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അവനെ ദൈവനാമത്തിൽ ഇല്ലാതാക്കണം. എങ്കിലേ ഇതിനൊക്കെ പരിഹാരമുണ്ടാകും. അച്ഛനെ പോലുള്ളവർ ഇത്തരം വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ചാൽ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അന്ധവിശ്വാസമല്ല മകനെ, സാത്താനെ ഞാൻ നേരിൽ കണ്ടതാ. ഒന്നല്ല 2 തവണ. സാത്താനെ കണ്ടെന്നോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? സത്യം. ആ സത്യം ഞാൻ നിങ്ങളോട് പറയാം. സുഖമില്ലാതെ കിടക്കുന്ന അമ്മച്ചിയെ കാണാൻ ഇന്നലെ രാത്രി വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴി സെമിത്തേരിക്ക് സമീപം വച്ച് ഞാൻ നമ്മുടെ മഹേന്ദ്രനെ കണ്ടു. അവരെ ഞാൻ പിന്തുടർന്നു. അതിന്റെ ഭവിഷ്യത്തായിരുന്നു അത്. അപ്പൊ ഞാൻ ആ സത്യം മനസ്സിലാക്കി. മഹേന്ദ്രന്റെ ശരീരത്തിൽ സാത്താൻ പ്രവേശിച്ചിട്ടുണ്ടെന്ന്. ആ സത്യം മുമ്പേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു. അവനാണ് ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. അച്ഛൻ എന്താ ഈ പറയുന്നേ? എന്റെ കുഞ്ഞ് സാത്താനാണെന്നോ? ഒരിക്കലുമില്ല. മഹേന്ദ്രൻ നമ്മുടെ മോൻ തന്നെ. അവന്റെ ശരീരത്തിലാണ് സാത്താൻ കയറിയിരിക്കുന്നത്. ഇനി നിങ്ങളും സൂക്ഷിക്കണം. ഞങ്ങൾ എന്താ വേണ്ടത് ഫാദർ, പറയൂ. സമയമായിരിക്കുന്നു. നമുക്ക് മഹേന്ദ്രനെ രക്ഷപ്പെടുത്തണം. അതിന് വഴികളുണ്ട്.
പക്ഷേ അതിനൊക്കെ പ്രത്യേക സമയവും കാലവുമുണ്ട്. അത് നോക്കി നമുക്ക് ഒരുമിച്ച് നിന്ന് പൊരുതണം. അപ്പൊ ആ കിഴവൻ പറഞ്ഞതും നമ്മൾ മഹേന്ദ്രനെ ബംഗ്ലാവിൽ വെച്ച് കണ്ടതും അച്ഛൻ പറഞ്ഞതും എല്ലാം വെച്ച് നോക്കുമ്പോ ശരിയാവും. നോ, എന്റെ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. നീ വിഷമിക്കാതിരിക്കും മറിയേ. നമ്മുടെ കുഞ്ഞിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് വേണ്ടത്. ഒപ്പം നമ്മുടെ ജീവനും. നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് ആലോചിക്കേണ്ടത്. എനിക്കിപ്പോ സംശയങ്ങൾ ഏറുകയാണ്. മണിയപ്പനും മഹേന്ദ്രനും കൂടിയാണ് സ്ഥലങ്ങൾ കാണാൻ പോയത്. മണിയപ്പൻ തിരികെ വന്നിട്ടില്ല. നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? യെസ്, ഞാനും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഇവിടുത്തെ ശവക്കോട്ട ഒന്ന് പരിശോധിക്കണം. എന്തിന്? അച്ഛൻ പറഞ്ഞതിൽ നിന്ന് ഒന്ന് വ്യക്തം. ശവക്കോട്ടയുടെ സമീപത്താണ് മഹേന്ദ്രനെ കണ്ടത്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. സമയം കളയണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. മോനെ പറയ്, എവിടെ വെച്ചാ മണിയപ്പൻ ചേട്ടനെ കണ്ടത്? കുറച്ചു ദൂരം കൂടി നടന്നാ മതി. എപ്പോഴാ മോൻ കണ്ടത്? ഇന്ന് രാവിലെ. ഇന്നോ? ആ. ഭവാനി ആന്റി മണിയപ്പൻ ചേട്ടനെ ഓർത്ത് കരഞ്ഞില്ലേ? ആ. അപ്പൊ എനിക്ക് തോന്നി മണിയപ്പൻ ചേട്ടനെ ഒന്ന് തേടണമെന്ന്. ആന്റി എന്നെ മുറിക്കകത്ത് തീർത്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയില്ലേ? അപ്പോഴാ ഞാനിവിടെ വന്നത്. എന്താ ആന്റി? ഞാൻ മോനെ മുറിക്കകത്താക്കി പുറത്തൊന്നും പൂട്ടിട്ടാണല്ലോ പോയത്. പിന്നെ എങ്ങനെ പുറത്തു കിടന്നു? അതൊന്നും ഞാൻ പറയില്ല. പിന്നീട് ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ മോൻ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാനില്ലേ വാതിൽ തുറന്നു തന്നത്? ഈ ആന്റി ഒരു മണ്ടിയാ. ആ മുറിയിലെ കണ്ണാടി ജനലിൽ പൊട്ടിച്ച ഞാൻ പുറത്തു കിടന്നതും തിരികെ കയറിയതും. വാ, ഇവിടെ അടുത്താ. വാ. ഇവിടെ വെച്ചാ ഞാൻ മണിയപ്പൻ ചേട്ടനെ കണ്ടത്. ഇവിടെ വെച്ചോ? ആ, ദാ ആ കല്ലറയുടെ മോളിൽ ഇരിക്കായിരുന്നു. മഹേന്ദ്ര മോനെ, നിൽക്കവിടെ സാത്താനെ, നിന്റെ കളി ഇവിടെ വേണ്ട. നിൽക്കവിടെ, നിൽക്കാൻ, നിൽക്കാൻ. മഹേന്ദ്ര കുഞ്ഞെ, മഹേന്ദ്ര കുഞ്ഞെ, എന്താ ഉണ്ടായത്? മണിയപ്പൻ ചേട്ടനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. ഇവിടെ വന്നപ്പോ എന്താ സംഭവിച്ചു? കുഞ്ഞിന്റെ കണ്ണ് പൂച്ച കണ്ണായി. എന്നിട്ട് അവരെവിടെ? ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഇല്ല, അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾ അന്വേഷിക്കുന്ന മഹേന്ദ്രനെ ഞാൻ വർഷങ്ങളായി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവനെ ഇനി കാണാൻ സാധിക്കില്ല. അവൻ പോയിക്കഴിഞ്ഞു. എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. നിങ്ങൾ വിശ്വസിക്കുവോ? പേടിക്കണ്ട. നിങ്ങൾ കരുതും പോലെ പിച്ചും പേയും പറയുകയല്ല ഞാൻ. സത്യമാണിതെല്ലാം. ഈ സത്യത്തെ തോൽപ്പിക്കാൻ അവൻ ജന്മമെടുത്തിരിക്കുകയാണ്. അവനെ അറുതി വരുത്തി നിങ്ങളെയും ആ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തണം. അതിന് എന്നോടൊപ്പം നിൽക്കണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും? ഇന്ന് സന്ധ്യയ്ക്ക് നിലാവുദിച്ച് കഴിയുമ്പോൾ
എന്റെ അടുക്കൽ വരണം. വരേണ്ട സമയം കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. കാരണം ഇന്നും മിഥുന പഞ്ചമി നാളാണ്. ഞങ്ങൾ വരാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കാണണം, തിരികെ കൊണ്ടുവരണം. അങ്ങനെ പെട്ടെന്ന് സാധിക്കാവുന്ന കാര്യമല്ല. നമ്മൾ ഒത്തൊരുമിച്ച് വ്രതാനുഷ്ഠാനങ്ങളോട് കൂടി നിന്നെങ്കിൽ മാത്രമേ മഹേന്ദ്രനെ പിടിക്കാനാവൂ. എന്റെ താമസസ്ഥലം പെൺകുറിഞ്ഞി പാലത്തിനടുത്തു നിന്ന് 1 കിലോമീറ്റർ വരണം. സന്ധ്യയ്ക്ക് പുറപ്പെട്ടോളൂ. ഞാൻ പാലത്തിനടുത്ത് കാത്തു നിൽക്കാം. അമ്മേ, പ്രസിഡന്റും സേട്ടുജിയും കാണാൻ വന്നിരിക്കുന്നു. സേട്ടുജിക്ക് നമ്മുടെ ഒരു സഹായം ആവശ്യമുണ്ടെന്ന്. എത്ര പണം വേണമെങ്കിലും തരും. എന്താണാവോ? മറ്റൊന്നുമല്ല, ഇവിടെ അന്വേഷണത്തിനായിട്ട് വന്നിരിക്കുന്ന ഇൻസ്പെക്ടറുടെ കാമുകിയില്ലേ സിസിലി, അവളെ സേട്ടുജിക്ക് വേണം. അല്പം റിസ്ക് ആണല്ലോ. എന്ത് റിസ്ക് എടുത്തും അവളെ ഇവിടെ കൊണ്ടുവരണം. സേട്ടുജിയെ കുറിച്ച് വളരെ മോശമായ ഒരു റിപ്പോർട്ട് അവള് പത്രത്തിൽ എഴുതി. ഓഹോ, അവ എങ്ക இருக்கான்னு எனக்கு தெரியும். അവളെ എനിക്ക് വേണം. ഏറ്റു. നാളെ അവൾ ഇവിടെ എത്തിയിരിക്കും. പോരെ? താങ്ക് യു. രാമുവിനെ വിട്. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഉം. നടക്ക സെട്ടി. സിസിലി ഇതിനെ കണ്ടില്ലല്ലോ. വരും. അവളെ ഞാനാ ദേവിയമ്മയുടെ ആശ്രമ പരിസരം ഒന്ന് വീക്ഷിക്കാൻ പറഞ്ഞയച്ചത്. ഒറ്റയ്ക്ക് എന്തായാലും അങ്ങോട്ടേക്ക് അയക്കണ്ടായിരുന്നോ? ഒപ്പം ഞാനും കൂടെ പോയാ വല്ല സംശയം തോന്നുന്നു കരുതിയാ അവളെ തനിയെ വിട്ടത്. ഭവാനിയാണെങ്കിൽ വീട്ടിലേക്കും പോയി. ഇല്ലെങ്കിൽ അവളെ വിട്ടെന്ന് അന്വേഷിപ്പിക്കാമായിരുന്നു. വേണ്ട ചേട്ടാ, ഞാൻ ബൈക്ക് എടുത്ത് പോയി നോക്കിട്ട് വരാം. എങ്കിൽ വേഗം ചെല്ല്. നമുക്ക് നിലാവ് ഉദിക്കുമ്പോ ആ വൃത്തിന്റെ അരികിലേക്ക് പോവേണ്ടതാ. താമസിച്ചാ അപ്പൊ ഞാൻ പോയിട്ട് വരാം. പ്രതീക്ഷിച്ചില്ല അല്ലേ? ദേവിയമ്മ, അതെടി, നീയും നിന്റെ കാമുകനും എനിക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇല്ലടി? നിങ്ങളുടെ കള്ളത്തരങ്ങൾ തീർച്ചയായും ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതും. അങ്ങനെ ഒരു വ്യാമോഹം വേണ്ട. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. അധികം ഞെളിയണ്ട. സമയം അടുത്തെത്തിയിരിക്കുന്നു. സേട്ടുജിയെ കുറിച്ച് നീ എഴുതിയ റിപ്പോർട്ടിന് പകരം വീട്ടാൻ സേട്ടുജി തന്നെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ കയ്യിലകപ്പെട്ടു. എന്നിട്ട് ജീവനം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വരികയാ. ജോസ്, നമ്മൾ തരുന്ന സേട്ടിച്ച് അവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ അവരെ തളയ്ക്കാൻ വേണ്ടത് ചെയ്തില്ലെങ്കിൽ അവരെ രക്ഷപ്പെടും. യെസ്, ഞാൻ ഇപ്പൊ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മെസ്സേജ് കൊടുക്കാം. രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇല്ലാതാക്കാൻ പോലീസ് കാവൽ ഏർപ്പെടുത്താനും പറയാം. രഹസ്യമായി ആശ്രമത്തിലേക്ക് പോകാനുള്ള റൂട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം നിന്നെ ഞാൻ വീട്ടിൽ വിടാം. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സന്യാസിൽ അവിടെ എത്തിക്കോളാം. നീ വേഗം കയറും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ കേൾക്കണം. മഹേന്ദ്രൻ കുഞ്ഞിന്റെ ജന്മം പൈശാചികമാണ്. 75 വർഷങ്ങളിൽ ഒരിക്കൽ ഈ ഭൂലോകത്ത് ഇങ്ങനെ ഒരു ജന്മമുണ്ടാവും. അത് സാത്താന്റെ ജന്മമാണ്. അവൻ ഈ ഭൂലോകം കീഴടക്കി വാഴാൻ വെമ്പൽ കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ദൈവീകമായ ശക്തിയാൽ പല തവണയും അവൻ തോൽക്കുകയാണ് പതിവ്. ഞങ്ങൾക്കുണ്ടായ കുട്ടിയുടെ ദേഹത്ത് എങ്ങനെ സാത്താൻ കയറുന്നു മനസ്സിലാവുന്നില്ല. പറയാം.
അവിടേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ അറിയാതെ നിങ്ങൾക്കുണ്ടായ കുട്ടിയുടെ ദേഹത്ത് സാത്താൻ കയറുകയായിരുന്നു. എന്താ സ്വാമി പറയുന്നത്? 10 വർഷങ്ങൾക്ക് പിന്നിലേക്ക് നിങ്ങൾ ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി പങ്കിടാൻ ഊട്ടിക്ക് പോയത് ഓർമ്മയുണ്ടോ? ആ, ഓർമ്മിക്കുന്നു. അന്ന് നിങ്ങൾ ഊട്ടിക്ക് പോയത് ഈ ശാന്തിവനം ഗ്രാമത്തിലൂടെയായിരുന്നു. ഈ ഗ്രാമത്തിൽ പണ്ട് ബ്രിട്ടീഷുകാരൻ പണിതിട്ടൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. കൊല്ലും കൊലയും വ്യഭിചാരവും ഒക്കെ നടന്നിരുന്ന ഒരു ബംഗ്ലാവ്. എത്രയോ യുവതികളുടെ തേങ്ങലുകൾ. ഇവയെല്ലാം അന്നത്തെ സായപ്പന്മാരുടെ ക്രൂരതകളായിരുന്നു. അങ്ങനെ മരിച്ച അനേക ആത്മാക്കളുടെ പ്രേതലോകമായി മാറിയ ആ ബംഗ്ലാവ് അന്ന് നിങ്ങളോടെ എത്തി. ഓർമ്മിച്ചു നോക്കൂ, ശരിയല്ലേ? അന്ന് 3 ദിവസത്തെ ഉപവാസത്തോടുകൂടിയുള്ള മന്ത്രോച്ചാരണങ്ങളുമായി എന്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഞാൻ ഈ സംഭവങ്ങൾ മുഴുവൻ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു. അന്ന് മോഹനും മറിയയും ബന്ധപ്പെട്ട ദിവസം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വന്നു കൂടിയത് പിശാചിന്റെ ബീജമായിരുന്നു. അവന്റെ ജന്മോദ്ദേശം മനസ്സിലാക്കിയ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഇവിടെ അവൻ വരുമെന്ന് ഉറപ്പായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇനി ഇതിനൊരു പരിഹാരമാർഗം? പരിഹാരമുണ്ട്, പക്ഷേ അപകടം നിറഞ്ഞതാണ്. ഇന്ന് മിഥുന പഞ്ചമിയാണ്. ഇന്ന് വെളുപ്പിന് 3 മണിയോടെ അവനെ തളയ്ക്കാൻ സാധിച്ചാൽ നമുക്ക് മഹേന്ദ്രനെ രക്ഷിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ ലോകം മുഴുവൻ കീഴടക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സാത്താനെ തളയ്ക്കാൻ ഞാൻ മാത്രം പോരാ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പ്രാർത്ഥനയിലൂടെയും പരിഹാര ക്രിയയിലൂടെയും അവന്റെ ശക്തി കുറച്ചിട്ട് വേണം അവനെ തളയ്ക്കാൻ. ഇല്ലെങ്കിൽ അവൻ എല്ലാവരെയും കൊല്ലും. ഞാനിപ്പോൾ ജപിച്ചു തരുന്ന ഈ ഏലസ് മോഹൻദാസ് ധരിക്കണം. അവൻ അറിഞ്ഞിരിക്കുന്നു, ഭയപ്പെടേണ്ട. നമുക്കുടനെ അവന്റെ അടുത്തെത്തണം. വരൂ മോനെ, നമുക്ക് പോവാം. പോകാറായിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടി. എന്താ നിനക്ക് പേടിയില്ലേ? പേടിയോ? എനിക്കോ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഞാൻ പോവാ, എനിക്ക് പേടിയാവുന്നു. അങ്ങനെ പോകാൻ പറ്റില്ല. കൊല്ലാതെ നിന്നെ ഞാൻ വിടില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്നേഹനിധിയായ പിതാവേ, ആ കുഞ്ഞിന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന സാത്താനെ അങ്ങ് അവനിൽ നിന്നും അകറ്റണമേ. അങ്ങ് അന്ന് പിശാചുബാധിതയായ സ്ത്രീയെ മോചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞിനെയും രക്ഷിക്കണമേ. ഈ കുഞ്ഞിനെ അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ഓം
स्वाहा ओम शून्यकल्प विकृताय स्वाहा ओम शनैश्वर्यवर्णाय स्वाहा ओम शनैश्वर्य संस्थाय स्वाहा ओम गुरुदुर्गशलाय स्वाहा ओम शिशिरवक्षरत्नये स्वाहा ओम कारुण्यावरे स्वाहा ओम नित्यप्रभुताय स्वाहा ओम कारुण्यावरे स्वाहा ओम महाकाली स्वाहा स्वाहा ओम गणेश्वरी स्वाहा ओम सुंदरी स्वाहा ओम गणेश्वरी स्वाहा ओम स्वाहा ओम आई स्वाहा ओ ओम रक्त चामुंडारी മോനെ മോനെ മഹേന്ദ്ര 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 എനിക്ക് മോനെ മഹേന്ദ്ര 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 ओम शांति Sir, please come. You are under arrest. എന്താ നിങ്ങളുടെ വിചാരം? ഞാൻ ആരാണെന്ന് അറിയില്ലേ? നീ ആരാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ നീ ഒരു ക്രിമിനലാണ്. എന്റെ ഒരു ഫോൺ കോൾ മതി നിന്റെ തൊപ്പി തെറിപ്പിക്കാൻ. അറിയാം, അറസ്റ്റ്. മാറി നിൽക്കാൻ നിങ്ങളോടല്ലേ പറഞ്ഞത്, മാറി നിൽക്കാൻ.
അമ്മയെ കൊണ്ടാ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്കറിയോ, ആട്ടിനും തോലണിഞ്ഞ ഒരു ചെന്നായാണിവർ. താങ്കൾ ഒരു സമുദായത്തോടാണ് കളിക്കുന്നതെന്ന് ഓർമ്മ വേണം. നിങ്ങൾ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. അമ്മ എന്ത് തെറ്റ് ചെയ്യുന്ന നിങ്ങൾ ഈ പറയുന്നത്? എന്ത് തെറ്റ് ചെയ്തെന്നോ? വ്യഭിചാരവും മയക്കുമരുന്ന് കള്ളക്കടത്തും കൊലപാതകവുമാണ് ആശ്രമത്തിന്റെ മറവിൽ ഇത്രയും കാലം ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ദേവിയമ്മയെ കുറിച്ച് അനാവശ്യം പറയരുത്. എല്ലാവരും മാറിപ്പോകുന്നതാ നല്ലത്. അനാശാസ പ്രവർത്തനം നടത്തുന്ന രാജ്യദ്രോഹിയായ ഇവരെ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കെതിരായി നടപടിയെടുക്കേണ്ടി വരും. ഇല്ല, നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. എല്ലാം ഞാൻ പറയാം. നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് വഞ്ചിച്ച ദ്രോഹിയാണിവർ. എല്ലാം മൂകസാക്ഷിയായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ അമ്മയുടെ മഹത്വം? കമാൺ, മാറി നിൽക്കാൻ.